നാടൻ ഫയൽസിലേക്ക് സ്വാഗതം. ഇന്റർനെറ്റ് അധോലോകമായ ഡാർക്ക് വെബിലൂടെ രാസലഹരി വ്യാപാരം നടത്തുന്ന മെക്കാനിക്കൽ എഞ്ചിനീയർ പിടിയിലായി. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്റർനെറ്റ് അധോലോകമായ ഡാർക്ക് വെബിലൂടെ രാസലഹരി വിൽപ്പന നടത്തുന്ന മൂവാറ്റുപുഴക്കാരൻ എഡിസൺ ബാബുവാണ് അറസ്റ്റിലായത്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. ഇദ്ദേഹം ചില്ലറക്കാരനല്ല. ആഡംബര കാർ കമ്പനിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു. നല്ല ശമ്പളം, നല്ല പദവി. പക്ഷേ പണത്തിന് മുന്നിൽ അതൊന്നും അദ്ദേഹത്തിന് മതിയായില്ല. അദ്ദേഹം ജോലി രാജിവെച്ചു. തുടർന്നാണ് മെക്സിക്കോ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന രാസലഹരി വിതരണ കേന്ദ്രത്തിലെ ശൃംഖലയിലെ ഏജന്റായി മാറിയത്. തുടർന്ന് ഇന്ത്യയിലേക്കുള്ള രാസലഹരിയുടെ ഒരു കവാടം ഇദ്ദേഹമായിരുന്നു. നിരവധി തവണ അദ്ദേഹത്തിൻ്റെ പേരിൽ പാർസലുകൾ വന്നിരുന്നു. MDM അടക്കമുള്ള പല ലഹരികളും ഇദ്ദേഹമാണ് വിതരണം ചെയ്തിരുന്നതെന്നാണ് ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നത്. പിന്നീട് മെക്സിക്കോ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന രാസലഹരി ശൃംഖലയുടെ അധിപനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അതിൽ നിന്ന് കൂറുമാറി മറ്റൊരു സംഘത്തിൽ ചേർന്നു. അതിലായിരുന്നു ഇപ്പോൾ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. സൗമ്യനായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അയൽവാസികൾ പറയുന്നത്. ആരോടും വലിയ അടുപ്പമില്ലാത്ത, ആരോടും അധികം സംസാരിക്കാത്ത ഒരു പ്രകൃതം. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ വീട്ടിൽ നിന്നാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അപ്പോഴാണ് അയൽവാസികളും നാട്ടുകാരും അറിഞ്ഞത് ഇയാൾ വലിയൊരു മാഫിയയുടെ തലവനാണ് എന്നത്. കേരളത്തിൽ വിതരണം ചെയ്യുന്ന മയക്കുമരുന്നിൻ്റെ ഏറ്റവും വലിയ ശൃംഖലയുടെ സ്രോതസ് ഇദ്ദേഹമായിരുന്നു എന്നാണ് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നത്. പാർട്ടികളിലും മറ്റും ഇദ്ദേഹത്തിൻ്റെ ഏജന്റുമാരാണ് വിതരണം ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ കീഴിൽ നിരവധി പേർ ജോലി ചെയ്യുന്നു എന്നാണ് പോലീസ് പറയുന്നത്. നല്ല പണം ഇദ്ദേഹം നൽകിയിരുന്നു. അതേ തുടർന്ന് വിദ്യാർത്ഥികളടക്കമുള്ള ഏജന്റുമാർ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിലെയും ഇന്ത്യയിലെയും മൊത്തം രാസലഹരി വ്യാപാരത്തിൻ്റെ മുഖ്യ കണ്ണിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് തന്നെ വലിയ സംഭവമായാണ് കാണുന്നത്. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് നിരവധി മയക്കുമരുന്ന് സാമ്പിളുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം ഡൽഹിക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ ഭാവി നിർണയിക്കും. കടുത്ത മയക്കുമരുന്നിന് കടുത്ത ശിക്ഷയാണ് നൽകേണ്ടത്. അതുമാത്രമാണ് ഇതിനുള്ള ഒരു ഏക പരിഹാരം.